ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും. അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. പിശാച് ചോദിച്ചത്, ദൈവം പറഞ്ഞ തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലങ്ങൾ ഭക്ഷിച്ചു, എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്. പിശാച് ചോദിച്ചത്, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോന്നാ. ശരിക്കും അതിൻ്റെ ഒറിജിനൽ ഭാഷ ഹീബ്രു, അത് പഠിച്ചാൽ മനസ്സിലാകും. ഇത് ശരിക്കും ഒരു ചോദ്യമായിട്ടാണ് നമുക്ക് മലയാളത്തിൽ കിട്ടിയതെങ്കിലും ശരിക്കും ഇതൊരു ചോദ്യമല്ല. ഹീബ്രു ഭാഷയിൽ ഇതൊരു സറ്റയറാണ്. സറ്റയർ എന്ന് പറഞ്ഞാൽ പരിഹാസമാണ്. സത്യത്തിൽ പിശാച് ചോദ്യം ചോദിച്ച് മനസ്സിലാക്കാനല്ല, പിശാച് പരിഹസിക്കുക. പരിഹാസത്തിന്റെ അർത്ഥം എന്താ? ദൈവം പറഞ്ഞ പോലെ ഒന്ന് ജീവിച്ച് തോട്ടത്തിലെ ഒരു വൃക്ഷത്തിന്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടല്ലേ. കളിയാക്കല. അതിന്റെ അർത്ഥം എന്താ? ദൈവം പറയുന്ന പോലെ ജീവിച്ചേ കാണട്ടെ. ദൈവം പറയുന്ന പോലെ ഇന്നാരും ജീവിക്കുന്നില്ല. വിശുദ്ധ ജീവിതം ആർക്കും സാധ്യമല്ല. ഇത്തിരി പാപമൊന്നുമില്ലാതെ ജീവിക്കാൻ പറ്റുകയില്ല. ഇങ്ങനെയോ മുമ്പോട്ട് പോകുകയുള്ളൂ. ഇവിടെ പിശാച് ചെയ്യുന്നൊരു കാര്യം എന്താണെന്നറിയാവോ? ശ്രദ്ധിച്ചു കേട്ടോ. എന്താണെന്നറിയാവോ? പാപത്തെ ലഘൂകരിച്ച്, പാപത്തെ സാമാന്യവൽക്കരിച്ച്, പാപത്തെ ജനാധിപത്യവൽക്കരിച്ച് പാപത്തെ ലഘൂകരിക്കുന്നു. പാപത്തെ ലഘൂകരിക്കുന്നു. അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെയൊന്നും ആരെക്കൊണ്ടും ജീവിക്കാൻ പറ്റില്ല, ഇത്തിരി തെറ്റും കുറവുകളൊക്കെ വരും, അതൊക്കെ സ്വാഭാവികം. ഒരു ചേട്ടൻ എൻ്റെ അടുക്കൽ കുമ്പസാരിക്കാൻ വന്നു കേട്ടോ. ആ ചേട്ടൻ എൻ്റെ അടുക്കൽ കുമ്പസാരിക്കാൻ വന്നിട്ട് ഫേസ് ടു ഫേസ് കൺഫെഷനാണ്. ഇരുന്നുകൊണ്ട് മുഖത്തോട് മുഖം നോക്കിയുള്ള കുമ്പസാരമാണ്. ചേട്ടൻ എൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ആദ്യത്തെ പാപം പറഞ്ഞു. പറയട്ടെ? കണ്ടില്ലേ കുമ്പസാരസം കേൾക്കാനായിട്ടിരിക്കുന്നു. ചേട്ടൻ പറഞ്ഞു, പാദ്രേ നിയന്തേ പർ പർലാരേ. പാദ്രേ ഫാദർ, നിയന്തേ നത്തിങ്, പർലാരേ ടു സേ അച്ഛാ ഒന്നും പറയാനില്ലെന്ന്. ഇവിടെ ലിറ്റിലില്ല, പാദ്രപ്പയുടെ ആശ്രമത്തിലാണ്. അവധിക്കാലത്ത് അച്ഛനോട് കുമ്പസാരിപ്പിക്കാൻ പോയതാ. റോമിൽ നിന്നും ആ സായിപ്പിയേട്ടനാ. ചേട്ടൻ കുമ്പസാരിച്ചിട്ട് വർഷം പലത് കഴിഞ്ഞു. പക്ഷെ എന്താ പറഞ്ഞേ? നിയന്തേ പർ പർലാരേ, ഒന്നും പറയാനില്ല, പാപമൊന്നുമില്ല. അങ്ങനെ പാപമല്ലോട്ട് നമുക്കും വലിയ വ്യത്യാസമൊന്നുമില്ല. അങ്ങനെയൊന്നും പാപമൊന്നുമില്ല. കുമ്പസാരിച്ചിട്ട് 5-6 വർഷമായി. എന്നാലും വല്ലപ്പോഴൊക്കെ വല്ല മുഖമൊക്കെ വലിക്കും. എന്നാലും അങ്ങനെയൊന്നും ഇല്ലച്ച, അങ്ങനെ വലിയ പാപമൊന്നും ഇല്ലച്ച. തീർന്നു. ഇതാണ് കുമ്പസാരം. തീർന്നു. ഇത് വലിയ ദുരന്തമാണ് മക്കളെ. ഇതൊരു വലിയ ദുരന്തമാണ്. പാപത്തിന്റെ ഗൗരവം കുറച്ചു. അതുകൊണ്ട് തന്നെ പാപബോധം ഇന്ന് നഷ്ടപ്പെട്ടു പോയി. ചേട്ടനെ ഞാൻ എണീപ്പിച്ചു. ആദ്യമായിട്ടായിരിക്കും കുമ്പസാരക്കൂട്ടി ചേട്ടനെ ഏതെങ്കിലും ഒരു അച്ഛനെ എണീപ്പിച്ച് നിർത്തുന്നത്. എണീപ്പിച്ച് നിർത്തിയില്ല കേട്ടോ. ഞാൻ ആ ചേട്ടനെ കൂട്ടിക്കൊണ്ട് പോയി. എന്നിട്ട് ഞാൻ ചേട്ടന് നല്ല ഒരു ക്ലാസ് കൊടുത്തു, ഒരു 10 മിനിറ്റ്. എന്ത് കുമ്പസാരം എന്താണ്, എങ്ങനെ കുമ്പസാരിക്കണം, നല്ല കുമ്പസാരം 5 കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഒരുക്കിയിട്ട് ഞാൻ പറഞ്ഞു, നല്ലോണം ഒരുങ്ങി പശ്ചാത്തപിച്ച് ഒരുങ്ങി വന്നോളൂ എന്ന് പറഞ്ഞിട്ട് ചേട്ടനെ കുർബാന മുമ്പിലിരുത്തി, സൈഡിയാപ്പലിലെ കുർബാനയുടെ മുമ്പിൽ ഇരുത്തിയിട്ട് ഞാൻ കുമ്പസാരക്കൂട്ടി വന്നു നിന്നു. ആൾക്കാരെ കുമ്പസാരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ചേട്ടൻ വീണ്ടും വന്ന് എനിക്ക് കണ്ണാടി ചില്ലിലൂടെ കാണാൻ പറ്റുന്നുണ്ട്. ചേട്ടൻ വന്നിട്ട് എൻ്റെ ക്യൂവിൽ തന്നെ നിന്നു. വേറെ അച്ഛന്മാർ കുമ്പസാരിപ്പിക്കുന്നു, പക്ഷെ അങ്ങോട്ടൊന്നും പോയിട്ടില്ല. എൻ്റെ കുമ്പസാരക്കൂട്ടിന് മുമ്പിൽ നിന്നു. എന്നിട്ട് വീണ്ടും ചേട്ടൻ്റെ ടേണായപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചേട്ടൻ പറഞ്ഞു, പാദ്രേ നിയന്തേ പർ പർലാരേ. ഒന്നും പറയാനില്ല എന്ന്. വീട്ടിൽ പോകാൻ പറഞ്ഞു. ഈ പരിസരത്ത് കണ്ടുപോയേക്കരുത്.
എന്റെ പ്രിയപ്പെട്ടവരെ, പാപബോധമില്ല. എന്റെയൊക്കെ നന്നേ ചെറുപ്പത്തില് ഒരു കൊലപാതകം നടന്നു എന്ന് കേട്ടാൽ നമ്മൾ ഞെട്ടിവിറയ്ക്കും. കൊലപാതകം നടന്നിരിക്കുന്നു, ഭയന്നു പോകും. എന്താ, മനുഷ്യനെ കൊല്ലാൻ പറ്റുമോ? ഇന്നെങ്ങനെയാ? രാവിലെ പേപ്പർ എടുക്കുമ്പോ കൂത്തുപറമ്പിൽ ഒരാളെ കൊന്നു. കൂത്തുപറമ്പ് കൊന്നല്ലേ? കൂത്തുപറമ്പ് കൊന്നിട്ടുണ്ട് കേട്ടോ. പയ്യന്നൂർ കൊന്നല്ലേ? പയ്യന്നൂർ കൊന്നിട്ടുണ്ട്. ഇതൊരു ആഘോഷമാണ് നമുക്ക്. ഒരു ഫീലിംഗ് ഇത് മനുഷ്യനില്ല. ഇതൊക്കെ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യമായിട്ട് നമ്മൾ അങ്ങ് മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് പാപബോധമില്ല. ഏത് പാപം വെച്ചോണ്ടും കുർബാന കാണാനും പ്രാർത്ഥിക്കാനും കൺവെൻഷൻ നടത്താനും കൺവെൻഷൻ പ്രസംഗിക്കാനും വചനം കേൾക്കാനും ഒക്കെ നമ്മൾ വിദഗ്ധമായിട്ട് അങ്ങ് പഠിച്ചു. അല്ല, ഇന്ന് ഞാൻ കണ്ടു കുർബാന സമയത്ത് സർവാധിപനാം കർത്താവെ നിന്നെ വണങ്ങി നമിക്കുന്നു. ഇതെങ്ങനെ വണങ്ങി നമിക്കുന്നേ? ചിരിക്കണ്ട അച്ഛൻ കണ്ടതാ. നിന്നെ വണങ്ങി നമിക്കുന്നു. എന്നെ പ്രിയപ്പെട്ട, നമ്മൾ ശീലിച്ചു. അനുരഞ്ജിതരായി തീർന്നിടാം. വളരെ മനോഹരമായി പാടി, നിങ്ങൾ ചേർന്ന് പാടി ഇല്ലേ? ഡിനോയ് നന്നായിട്ട് വായിച്ചു, നന്നായിട്ട് സഹോദരൻ പാടി. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠം ഒരുക്കിയിടാം. മക്കളെ, അങ്ങനെയെങ്കിൽ അനുരഞ്ജനത്തിൽ പരിപൂർണമായിട്ടും അതിനെക്കുറിച്ച് അഭിയുന്ന പിതാവ് സംസാരിച്ചത്. പക്ഷേ വൈരാഗ്യം വെച്ചുകൊണ്ടും പാപം വെച്ചുകൊണ്ടും തിന്മ വെച്ചുകൊണ്ടും അസ്വസ്ഥത വെച്ചുകൊണ്ടും കുർബാന അർപ്പിക്കാൻ നമ്മൾ പഠിച്ചു. ആര് പഠിപ്പിച്ചു? പിശാച് പഠിപ്പിച്ചു. അച്ഛൻ ഒരു സ്കൂളിൽ പഠിക്കുമ്പോൾ, തളിപ്പറമ്പിനടുത്ത് ടാഗോർ വിദ്യാനികേതൻ എന്ന പേരുള്ള സ്കൂളിൽ പഠിക്കുമ്പോൾ, ആ സ്കൂളിൻ്റെ പുറകിൽ ഒരു മാവ് നിപ്പുണ്ടായിരുന്നു. ഈ മാവ് കാട്ടുമാവാണോ നാട്ടുമാവാണോ അന്നും ഇന്നും ആർക്കും അറിയാൻ പാടില്ല. ഒരിക്കലും അത് കഴിച്ചിട്ടുമില്ല. ആ കാലഘട്ടത്തിൽ ഇത് പൂത്തുലഞ്ഞ് കായ്ച്ചു. കണ്ണിമാങ്ങ വിരിഞ്ഞപ്പോൾ ഒരു ബോർഡും വിരിഞ്ഞ ബോർഡ് എന്താ? മാങ്ങാ പറിക്കരുത് പ്രിൻസിപ്പൽ. കുട്ടികൾ പറഞ്ഞു, ഒറ്റ ഒരാൾക്ക് മാത്രം മാങ്ങാ പറിക്കാൻ പറ്റിയല്ല. ആർക്ക്? ആ പ്രിൻസിപ്പളിന്. അങ്ങനെയല്ലേ ബോർഡ് വെച്ചിരിക്കുന്നത്, മാങ്ങാ പറിക്കരുത് പ്രിൻസിപ്പൽ. ബാക്കി എല്ലാവർക്കും പറിക്കാൻ കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ പോലും ആരും മാങ്ങാ പറിക്കാൻ പോയില്ല. കാരണം കാർക്കശ്യക്കാരൻ്റെ പ്രിൻസിപ്പളാണ്, സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ച പ്രിൻസിപ്പളാണ്. അതുകൊണ്ട് ആരും മാങ്ങാ പറിക്കാൻ പോയില്ല. അത് മാത്രമല്ല, ഈ മാങ്ങാ പറിക്കുന്നവരെ പിടികൂടാനായിട്ട് PT മാഷിനെ ചുമതലപ്പെടുത്തി. അവിടുത്തെ PT മാഷ്, ഇവിടുത്തെ അല്ല കേട്ടോ, അവിടെ ഞങ്ങൾക്കൊരു PT മാഷ് അന്നുണ്ടായിരുന്നു. അന്ന് ആ PT മാഷിന് ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ വരിക, സൈൻ ചെയ്യുക, ചായ കഴിക്കുക, ഉച്ചയ്ക്ക് സൈൻ ചെയ്യുക, ഊണ് കഴിക്കുക, വൈകുന്നേരം സൈൻ ചെയ്യുക, ചായ കഴിക്കുക, പിന്നെ സൈൻ ചെയ്യുക, ശമ്പളം മേടിക്കുക. അദ്ദേഹം ചെയ്യുന്ന ഏക ജോലി സൈൻ ചെയ്യുക എന്നതാണ്. അപ്പോൾ ഈ മാങ്ങ പറിക്കുന്നവരെ പിടികൂടാനായിട്ട് പ്രിൻസിപ്പൾ ഈ PT മാഷിനെ ചുമതലപ്പെടുത്തി. ഞങ്ങളുടെ ക്ലാസ്സിലൊരു പയ്യൻ, അവൻ ബോൺ ആൻഡ് ബോട്ടം ദുബായ് സിറ്റി, മലയാളി മാതാപിതാക്കൾ, അവരവിടെ ബിസിനസ്സുകാരാണ്. അവിടെയാണ് ഇവൻ ജനിച്ചു വളർന്നത്. മാങ്ങ കണ്ടിട്ടുണ്ട്, പക്ഷെ മാവും കണ്ടിട്ടില്ല. ഈ മാങ്ങ കായ്ച്ചു കിടക്കുന്നത് കണ്ടിട്ടില്ല. ആശാൻ പറയുന്ന മാവ് മരം കണ്ടിട്ടില്ല എന്നാണ്. അപ്പോൾ അവർ ഈ സ്കൂളിനോട് ചേർന്ന്, ഗ്രൗണ്ടിനോട് ചേർന്ന് ഒരു ബംഗ്ലാവ് വാങ്ങിച്ചിട്ട് അവിടെ താമസമായി. ദുബായിലെ ബിസിനസ് എല്ലാം അവസാനിപ്പിച്ച്. അപ്പോൾ ഇവന് വീട്ടുമുറ്റത്ത് നിന്ന് ഈ മാവ് കാണാം. അവൻ തീരുമാനിച്ചു, ഞങ്ങൾ സ്കൂളിൽ വരുന്ന എല്ലാവരും ബസ്സിനാണ് വരുന്നത്, അതുകൊണ്ട് ആരും വരുന്നതിന് മുമ്പ് ഒരു ദിവസം നേരത്തെ ചെന്നിട്ട് മാങ്ങ പറിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആശാൻ ഒരു ദിവസം ആരും വന്നില്ല എന്ന് ഉറപ്പുവരുത്തി മാവിന് ചോട്ടിൽ വന്നിട്ട് സ്പ്രിംഗ്ലർ തിരിയുന്ന പോലെ ചുറ്റും നോക്കി, ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി ഒരു മാങ്ങ പറിച്ച് പോക്കറ്റിലിട്ടു. എന്തുപറ്റി? ടോയ്ലറ്റിന് ജനലിലൂടെ PT മാഷ് അത് കണ്ടു. ആൾ തലേന്ന് പോകാത്തതാണോ രാവിലെ അവിടെ ഹാജരായതാണെന്ന് അറിയാൻ പാടില്ല. ഇതെല്ലാം കണ്ടു. അവനെ തൊണ്ടിയോടെ പിടികൂടി പ്രിൻസിപ്പളിൻ്റെ മുമ്പിൽ, ഓഫീസിന് മുമ്പിൽ ഹാജരാക്കി. പ്രിൻസിപ്പൾ 9 മണി കഴിഞ്ഞേ വരുവുള്ളൂ. പ്രിൻസിപ്പൾ 9 മണിക്ക് വന്നു. മാങ്ങയോടക്കം ഇവനെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചു. പിന്നെ എന്ത് സംഭവിച്ചു നോക്കിക്കാം. നല്ല ചുട്ടയടിയെന്ന് കിട്ടും. ഇന്ന് അടിക്കാൻ പോയിട്ട് ശിക്ഷിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചാൽ, സാറന്മാർ ടീച്ചേഴ്സ് ഉണ്ടല്ലോ, നോൺ ബെയിലബിൾ, ജാമ്യം പോലും കിട്ടുകയില്ല. കുഞ്ഞുങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന വാക്ക് പോലും പറയാൻ പാടില്ലെന്ന പുതിയ നിയമം. കേസാ. ഇത്രയും ഹാൻഡിൽ വിത്ത് കെയർ, ഫ്രജൈൽ, ഉടഞ്ഞു പോകും, ശ്രദ്ധിക്കണം. അങ്ങനെ ഇത്രയേ ശ്രദ്ധിച്ച് നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് കൊണ്ട് +1, +2, 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് കുട്ടികളെ കലാലയത്തിൽ പുറത്തിറങ്ങുമ്പോഴല്ലോ വിശുദ്ധരായിട്ടാണ് വരുന്നത്. വിശുദ്ധർ. നമിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. അല്ലാതെ എന്ത് പറയാനാ? ഈ ചങ്ങാതിക്ക് അടിയും കിട്ടി മാങ്ങായും പോയി. അവന് ക്ലാസ്സിൽ വന്നിരുന്ന് കരയാൻ തുടങ്ങി. ഞങ്ങളൊക്കെ വരുമ്പോൾ ആളിരുന്ന് കരയുക. ഞങ്ങൾ കാര്യം ചോദിച്ചിട്ട് പറഞ്ഞില്ല, പക്ഷെ കാര്യങ്ങൾ ലീക്ക് ഔട്ടായി. ഇവൻ മാങ്ങ പറിച്ചത് അടിയും കിട്ടി മാങ്ങായും പോയി. ഞങ്ങൾ വിഷമിച്ചിരിക്കുക. ഞങ്ങളുടെ ക്ലാസ് ലീഡർ എന്ന് പറയുന്നത് മിടുക്കരായ ക്ലാസ് ലീഡറാണ്. ലീഡർ അവസാനമേ വരുള്ളൂ. കാരണം ഒരു ബസ്സേ ആ നാട്ടിൽ നിന്നുള്ളൂ.
അത് വരുമ്പോൾ ലേറ്റ് ആകും. ലീഡറിലെ മിടുക്കൻ ലീഡറാണ്. ലീഡർ വന്നിട്ട് ക്ലാസ്സിൻ്റെ ഉള്ളിലേക്ക് കയറി വാതിൽ നിന്നിട്ട് ഒരു നോട്ടമുണ്ട്. തൻ്റെ അധികാരത്തിൻ്റെ സീമയിൽ എല്ലാവർക്കും ക്ഷേമമാണെന്നൊരു ഒറ്റ നോട്ടമാണ്. ഈ നോട്ടം നോക്കുമ്പോൾ മുമ്പിലിരുന്ന് ഇവൻ കരയുന്നുണ്ട്. അവൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു, വാട്ട് ഹാപ്പൻഡ് ടു യു? ടെൽ മീ, വൈ ആർ യു വീപ്പിംഗ് അറ്റ് ഓൾ? നീ എന്തിനാ കരയുന്നേ? എന്ത് പറ്റി? എന്നോട് പറയുക. അവനും പറഞ്ഞില്ല എന്ന് മാത്രമല്ല, അവൻ ഇത് കേട്ടപ്പോൾ ഒച്ചത്തെ കരയാൻ തുടങ്ങി. അപ്പം ബാക്കിയുള്ളവർ പറഞ്ഞു, മാങ്ങയും പോയി അടിയും കിട്ടി. ലീഡറിനാകെ വിഷമമായി. കാരണം ഇവൻ മാവും മാങ്ങയൊന്നും കാണാത്ത ഒരാളാണ്. അതുകൊണ്ട് ഈ മാങ്ങ കണ്ടപ്പോൾ ഇത് പറിക്കാൻ വലിയൊരു മോഹം വന്നത് കൊണ്ടാണ്. ആദ്യമായിട്ട് ഇവൻ ഇവിടെ നാട്ടിൽ വന്നിട്ട് അധികം നാളായില്ലല്ലോ. ബാക്കിയുള്ളവർക്ക് മാവും മാങ്ങയൊക്കെ അറിയാവുന്നതല്ലേ. അതുകൊണ്ട് ഇവന് കൊടുത്ത ശിക്ഷ കൂടിപ്പോയി എന്ന് ചിന്തയുള്ളതുകൊണ്ട്, ഏതോ സിനിമാ നടൻ പറയുന്നുണ്ടല്ലോ, എന്നെ ഒന്ന് പേടിപ്പിച്ച് വിട്ടാൽ മതി, ഞാൻ നന്നായിക്കോളാം എന്ന് പറഞ്ഞ പോലെ ഒന്ന് പേടിപ്പിച്ച് വിട്ടാൽ മതിയായിരുന്നു, എന്നിട്ടും ആവർത്തിച്ച ശിക്ഷ കൊടുത്താൽ മതിയായിരുന്നു. ഇതാണ് ലീഡറിൻ്റെ പക്ഷം. അതുകൊണ്ട് ലീഡർ ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ മുമ്പിലേക്ക് വന്നിട്ട് ലീഡർ പറഞ്ഞു, ലുക്ക് മീ ഓൾ ഓഫ് യു. ഞങ്ങളെല്ലാം ലീഡറെ നോക്കി. ലീഡർ പറഞ്ഞു, ഗെറ്റ് അപ്പ് ഐ സേ ഓൾ ഓഫ് യു. എല്ലാവരും എണീക്കാം. ഞങ്ങൾ ചടി എണീറ്റു. അപ്പോൾ ലീഡർ പറഞ്ഞു, now we all together marching towards a mango tree and we are plucking the mangoes together. നമ്മൾ ഒരുമിച്ച് മാവിൻ്റെ അടുത്തേക്ക് മാർച്ച് ചെയ്യുന്നു. എന്നിട്ട് നമ്മളെല്ലാവരും മാങ്ങ പറിക്കുന്നു. ഞങ്ങൾ മാവിൻ്റെ അടുത്തേക്ക് മാർച്ച് ചെയ്തു. എല്ലാവരും കയറിപ്പറിച്ചു. പെമ്പിള്ളേരും മാവെ കയറിപ്പറിച്ചു. അങ്ങനെ മാവയെ കയറിപ്പറിച്ച് പെമ്പിള്ളവരൊക്കെ ഉന്നതങ്ങളിൽ ജോലി ചെയ്യുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും പ്രിയപ്പെട്ടവരെ, പ്രിൻസിപ്പാൾ വന്ന് കണ്ടു, ടീച്ചേഴ്സ് വന്ന് കണ്ടു, മറ്റു കുട്ടികൾ വന്ന് കണ്ടു. പക്ഷേ ഞങ്ങളെ ആരും ശിക്ഷിച്ചില്ല. ഞങ്ങളെ ആരും ശിക്ഷിച്ചില്ല. എന്തുകൊണ്ട് ശിക്ഷിച്ചില്ലെന്ന് പറയാമോ? ശിക്ഷിക്കാത്തതിന് കാരണം, ഈ 10-40 എണ്ണത്തെ പ്രിൻസിപ്പൾ എപ്പം തല്ലി എപ്പം തീർക്കും? നിങ്ങൾ പറ. ഇത് വീതിച്ചു കൊടുക്കാൻ പറ്റുമോ? കണക്ക് സാറ് 10 പേരെ തല്ലുക, മലയാള സാറ് 10 പേരെ തല്ലുക, കെമിസ്ട്രി സാറ് 10 പേരെ തല്ലുക, വിധിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ശിക്ഷ കിട്ടിയില്ല. ഞങ്ങൾക്ക് ശിക്ഷ കിട്ടാത്തപ്പോൾ ഞങ്ങളൊരു പാഠം പഠിച്ചു. ഞങ്ങൾ പഠിച്ച പാഠം എന്താണെന്ന് പറയട്ടെ. അത് പിശാച് പഠിപ്പിച്ചതാ. ശ്രദ്ധിച്ചു കേട്ടോ. ഇഫ് ദർ ഇസ് എ കളക്റ്റീവ് സിൻ, ബാക്കി പറയാവോ? ദർ ഇസ് നോ പണിഷ്മെന്റ്. ഒരുമിച്ച് പാപം ചെയ്താൽ ശിക്ഷ കുറയും. എല്ലാവരും പാപം ചെയ്യുന്നു, അതിന്റെ ഗൗരവം കുറയുന്നു. എല്ലാ സമരത്തിന്റെയും പിന്നിലെ നിയമവും സത്യവും ഇത് തന്നെയാണ്. ഇത് നമ്മളെ പഠിപ്പിച്ചത് പിശാചാണ്. അതുകൊണ്ട് പാപത്തെ ഇന്ന് സാമാന്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു, പാപത്തെ ജനാധിപത്യവൽക്കരിച്ചിരിക്കുന്നു. അതുകൊണ്ട് പാപബോധം ഇന്ന് സമൂഹത്തിനില്ല. പാപബോധം ഇന്നില്ല. മന്ത്രഹോമിലെ ധ്യാനത്തിന് ഒരു ചേട്ടൻ അവസാന ദിവസം എൻ്റെ അടുക്കൽ വന്നിട്ട്, ബെന്യച്ച, ഇന്നലെ ബുധനാഴ്ചത്തെ ആന്തരിക സൗഖ്യ ആരാധനയ്ക്ക് ഒത്തിരി പേർക്ക് സൗഖ്യം കിട്ടി. 100-100 പേർക്ക് സൗഖ്യം കിട്ടി. അവരൊക്കെ അൾത്താരയിൽ വന്ന് സാക്ഷ്യപ്പെടുന്നത് ഞാൻ കണ്ടു. വയറുവേദനയായിട്ട് വന്നതാണ്, എനിക്ക് സൗഖ്യം കിട്ടിയില്ല. ഒന്നെങ്കിൽ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് ഇപ്പൊ സൗഖ്യം തരണം, അല്ലെങ്കിൽ സൗഖ്യം കിട്ടാത്തതിന്റെ കാരണം പറയണം. രണ്ടാണേലും ഞാൻ പ്രതി. ഞാൻ ആലോചിച്ചു. ഞാൻ ചോദിച്ചു, ചേട്ടൻ നല്ലോണം കുമ്പസാരിച്ചോ? ഉവ്വ്. നല്ലോണം വചനം കേട്ടോ? ഉവ്വ്. എല്ലാം ഉവ്വ. ഞാൻ ചേട്ടൻ്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചു കേട്ടോ. പ്രാർത്ഥിച്ചപ്പോൾ ഈശോ എന്നോട് 2 കാര്യം പറഞ്ഞത്, 2 സന്ദേശം. ഒരു സന്ദേശം, ഈ ചേട്ടൻ്റെ കുമ്പസാരം എന്ന് പറയുന്നത് കൺഫെഷൻ ഫോർ ദ സേക്ക് ഓഫ് കൺഫെഷൻ. കുമ്പസാരത്തിനോട് കുമ്പസാരം. നാളെ ഇപ്പം നിങ്ങൾക്ക് കുമ്പസാരമുണ്ട്. കുമ്പസാരം ഉള്ളത് കൊണ്ട് ആ കുമ്പസാരത്തിന് വേണ്ടി അങ്ങ് കുമ്പസാരിച്ചാക്കാൻ നിന്നേക്കരുത്. ധ്യാനം കൺവെൻഷനാണ്, അതുകൊണ്ട് കുമ്പസാരം നോ. എന്ന് പറയപ്പെട്ടവ ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവസാനിപ്പിക്കാം. നല്ലോണം കുമ്പസാരിക്കണം കേട്ടോ. നിങ്ങൾ മമ്മി നല്ല ചായ വെച്ചു. മമ്മി ചായ നമുക്ക് പകർന്നു തരാനായിട്ട് വരിക. നമ്മുടെ ഗ്ലാസിൻ്റെ അകത്ത് പകുതിയോളം മണ്ണാണ്. മണ്ണ് നിറഞ്ഞ ഗ്ലാസ് മമ്മിയുടെ നേരെ നീട്ടി, മമ്മി ചായ തന്നോളൂ എന്ന് പറഞ്ഞാൽ മമ്മി ചായ തരില്ല. കാരണം നല്ല ചായ ആ ഗ്ലാസ്സിലേക്ക് വിളമ്പിയാൽ ചായയും മോശമാകും, കഴിക്കുന്ന ആൾക്ക് മോശമാകും. അതുകൊണ്ട് മമ്മി പറയും, മോനെ ഗ്ലാസ് കഴുകിയിട്ട് വാ, ഗ്ലാസ് കഴുകിയിട്ട് വാ, ശുദ്ധിയാക്കിയിട്ട് വരിക. അപ്പൊ ഈ ഗ്ലാസ് കഴുകി വൃത്തിയാക്കിയിട്ട് വരും. അപ്പൊ മമ്മി ചായ ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇത് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഉള്ളിൽ തിന്മ വെച്ചോണ്ട് ദൈവകൃപയ്ക്ക് വേണ്ടി ചോദിക്കരുത്, കിട്ടില്ല. ഉള്ളിൽ തിന്മ വെച്ചോണ്ട് പാപാവസ്ഥയിലിരിക്കെ ഭൗതിക സൗഖ്യത്തിന് വേണ്ടിയോ ശാരീരിക സൗഖ്യത്തിന് വേണ്ടിയോ ഒന്നും പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. കർത്താവ് തരും, പക്ഷേ സ്വീകരിച്ചാലും നമുക്ക് അതിന് കൃപ ലഭിക്കില്ല. അതുകൊണ്ടാണ് നല്ല കുമ്പസാരം വെച്ചിരിക്കുക. ഈ ചേട്ടൻ വന്നു. ഈ ചേട്ടൻ അങ്ങനെ ഒരു തട്ടിക്കൂട്ട് കുമ്പസാരം, ഒരു മാനസിക തൃപ്തിക്ക് വേണ്ടി ഒരു കുമ്പസാരം നടത്തി അങ്ങ് പോന്നു. അത്രയേ ഉള്ളൂ.
രണ്ടാമത്തെ കാര്യം, ഈ ചേട്ടന് മദ്യപാനം ഒരു തെറ്റാണ്, ഒരു പാപമാണെന്നൊരു ബോധ്യമേ ഇല്ല. ഞാൻ ചോദിച്ചു, ചേട്ടൻ മദ്യപിക്കുവാ? ചേട്ടൻ പറഞ്ഞു, മദ്യപിക്കുവാന്നോ? ഞാനോ? ഇല്ലച്ച, എനിക്കിഷ്ടമില്ലച്ച, ഞാൻ കുടിക്കലച്ച, എനിക്ക് കണ്ണി കണ്ടുകൂടാ മദ്യം. ഓഹോ, ഇല്ല. വയലന്റ് ആയിട്ട് അങ്ങ് പ്രതികരിക്കുക. എന്നിട്ട് ചേട്ടൻ പറഞ്ഞു, പിന്നെ ഉണ്ടല്ലോ അച്ഛാ, 4 പെമ്മക്കളാ, 4ന്റെയും കല്യാണം കഴിഞ്ഞു, ഭാഗ്യത്തിന് 4 ദുബായിലാ, മകളെ കിട്ടിയന്മാർ അവിടെയാ. ഇത് നിങ്ങൾ അവധിക്ക് വരുമ്പോ 1 or 2 ഒക്കെ കുപ്പി കൊണ്ടുവരും വെച്ചാ, അത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കും, പിന്നെ ആവശ്യത്തിന് എടുത്ത് കഴിക്കുക വെച്ചാ. പക്ഷെ എനിക്ക് ഇഷ്ടമില്ല അച്ഛാ, ഞാൻ കഴിക്കലച്ചാ. ഇതെന്നാ ഭാഷയാ? നിങ്ങൾ പറ. മദ്യം ഇഷ്ടമില്ല, മദ്യം കഴിക്കുകയില്ല, കണ്ണിക്കൊണ്ടുകൂടാ. പക്ഷെ മകളെ കെട്ടിയമാര് വരുമ്പോൾ ഓരോ 2 കുപ്പി കൊണ്ടുവരും, ഫ്രിഡ്ജിൽ വെച്ചേക്ക്, ആവശ്യത്തിന് കഴിക്കും, പക്ഷെ ഇഷ്ടമില്ല, കഴിക്കുകയില്ല. മക്കളെ, പാപബോധം നഷ്ടപ്പെട്ടു പോയി, പാപബോധം നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് തിന്മേന്റെ ഉള്ളിലേക്ക് കയറി, പിന്നെ തിന്മയാ നയിക്കുന്നത്. അതുകൊണ്ട് വചനം പറയുന്നു, ആ വൃക്ഷത്തിന്റെ പഴം ആസ്വാദ്യകരവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുമെന്നുള്ള അഭികാമ്യമാണെന്ന് കണ്ട് അവളത് പറിച്ചു തിന്ന് ഭർത്താവിനും കൊടുത്ത് അവനും തിന്നു. പഞ്ചേന്ദ്രിയങ്ങളെ കുറിച്ചുള്ള സൂചന നാഹും പ്രവാചന പുസ്തകം 2:1. വിനാശകൻ നിനക്കെതിരെ വരുന്നു, കോട്ടകളിൽ പ്രതിരോധം ഏർപ്പെടുത്തുക, വഴികളിൽ കാവൽ നിർത്തുക, അരമുറുക്കുക, ശക്തി സംഭരിക്കുക. പഞ്ചേന്ദ്രിയങ്ങളിലൂടെയേ തിന്മ പ്രവേശിക്കുകയുള്ളൂ. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നിയന്ത്രിക്കണം. പഞ്ചേന്ദ്രിയങ്ങളുടെ തിന്മ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ ഈ തിന്മ നമ്മളെ ഏറ്റെടുക്കും. അതുകൊണ്ട് പാപിയുടെ ഒന്നാമത്തെ ദുരന്തം റീസണിംഗ് പവർ നഷ്ടപ്പെട്ടു പോകും, വിവേചന ശക്തി നഷ്ടപ്പെട്ടു പോകും, ഈ വിശേഷ ബുദ്ധി, വിവേകം അങ്ങ് നഷ്ടപ്പെട്ടു പോയി. പിന്നെ പിശാചാണ് നിയന്ത്രിക്കുന്നത്. ആ വ്യക്തിക്ക് അത് മനസ്സിലാവില്ല. അതുകൊണ്ട് എല്ലാ പാപിയുടെയും ചെറുതോ വലുതുമായ പാപം ചെയ്യുന്ന ഏതൊരു വ്യക്തിയുടെയും ദുരന്തം എന്താ? ആ വ്യക്തിയുടെ സുബോധം പിശാച് ഏറ്റെടുത്ത് പിന്നെ പിശാച നയിക്കുക. ലൂക്ക 15:17. അപ്പോൾ അവന് സുബോധമുണ്ടായി. ലൂക്ക 8:35. സംഭവിച്ചത് എന്തെന്ന് കണ്ട് ജനങ്ങൾ പുറപ്പെട്ട് യേശുവിന്റെ അടുത്തെത്തി. പിശാചു ബാധയിൽ നിന്നും വിമോചനായ മനുഷ്യൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ. ഒന്നാമത്തെ ദുരന്തം, സുബോധം പോകും, പിശാചു നിയന്ത്രിക്കും. 2, ദൈവത്തിൽ നിന്ന് അകലു. ദൈവം വരുന്ന കണ്ടപ്പോ ആദ്യ മാതാപിതാക്കന്മാർ ഓടി മറഞ്ഞിരുന്നു. രണ്ടാമത്തെ ദുരന്തം, ധ്യാനം പറ്റുന്നില്ല, കൺവെൻഷൻ വരാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, കുമ്പസാരിക്കാൻ പറ്റുന്നില്ല, കുടുംബ പ്രാർത്ഥന പറ്റുന്നില്ല, ജപമാല പറ്റുന്നില്ല, ആത്മീയ കാര്യങ്ങൾ താല്പര്യമില്ല, വിശ്വാസത്തിനെതിരെ നിൽക്കുന്നു. നോക്കുക, രണ്ടാമത്തെ ദുരന്തം. മൂന്നാമത്തെ ദുരന്തം, പുരുഷനും ഭാര്യയും അവിടുത്തെ മുമ്പിൽ നിന്ന് മാറി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു. ഒന്നായിരുന്ന് 2നെ പിണക്കി മരങ്ങൾക്ക് പുറകിൽ ഒളിച്ചു, ചെതറി. ഏതൊരു സ്നേഹബന്ധവും ഇത് ചതറിക്കും. ഭാര്യ ഭർത്തൃബന്ധം, കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം, മാതാപിതാക്കൾ മക്കളുമായി ബന്ധം, ഏതൊരു സ്നേഹബന്ധവും പിശാച് ചതറിക്കും. മൂന്നാമത്തെ ദുരന്തം. നാലാമത്തെ ദുരന്തം, തിന്നരുതെന്ന പഴം സ്ത്രീയുടെ വാക്ക് കേട്ട് നീ ഭക്ഷിച്ചത് കൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. നീ നിൽക്കുന്ന മണ്ണെന്നല്ല, മണ്ണ്. ആയുഷ്കാലം മുഴുവൻ കഠിനാധ്വാനം കടന്ന് കാലയാപനം ചെയ്യും. വാക്ക് കാലയാപനം ചെയ്യുമെന്ന ഇരുന്ന് ധ്യാനിക്കുക. എന്താ ആ വാക്കിനർത്ഥം? എന്ന് കാലയാപനം ചെയ്യും, അങ്ങ് ഒപ്പിച്ച് ഒരുമാതിരി അങ്ങ് പോകുമെന്ന. കഠിനാധ്വാനയുടെ കാലയാപനം, അത് മുള്ളും മുൾച്ചെടികൾ നിനക്കെതിരെ മുളപ്പിക്കും. എൻ്റെ മക്കളെ, നിന്റെ വരുമാന മാർഗം, ജീവിത മാർഗങ്ങൾക്ക് തടസ്സം വരുത്തും. 4 മേഖലയിൽ ബന്ധനം, 4 മേഖലയിൽ തടസ്സം, നീ തകരും. പാപത്തിന് ശമ്പളം മരണം. റോമാലേഖനം 6:22. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഒറ്റയൊരു മാർഗമുണ്ട്. എന്താ? ഞാൻ ദുർഭകനായ മനുഷ്യൻ, മരണത്തിന് അധീനമായി ശരീരത്തെ ആർക്കെന്നെ മോചിപ്പിക്കാൻ പറ്റും? എൻ്റെ രക്ഷകനായ ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവന് സ്തോത്രം.